ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നീട്ടിയ കൈകളിലേക്ക് ഇന്നത്തെ നമ്മുടെ നിയോഗം മനസ്സിൽ ഓർക്കുക. ആരും ഈ ശുശ്രൂഷ വെറുതെ കാണാൻ വന്നവരല്ല. ഇപ്പോൾ ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ, നിങ്ങളുടെ നിയോഗം എന്താണോ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയോട് പറ, ഈശോയെ, ഇന്ന നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന കാര്യം കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവെ, എളിമപ്പെട്ട് കണ്ണുനീരോടെ ഈ നിയോഗം ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച കൈരങ്ങള് സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. തലയ്ക്ക് മുകളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കർത്താവെ, ഈ ഭൂമിയിൽ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വേറെ എങ്ങും രക്ഷയില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ശരീരവും മനസ്സും ആത്മാവും ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ എല്ലാം കർത്താവെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്നത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങാണ് ഞങ്ങളുടെ സകലതും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ അന്തരീക്ഷം ശബ്ദവലയത്തിനുള്ളിലുള്ള ഓരോ വ്യക്തികളെ സമർപ്പിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായൊരു ദൈവീക ശക്തി ഞങ്ങളുടെ മേൽ നിറയണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയം 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നമ്മൾ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മൾ കേട്ടു. ചില തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സമയം ആ തടസ്സങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണം. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് വലിയൊരു കൃപ വേണം. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരു പുത്തൻ അഭിഷേകമാക്കി മാറ്റണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരല്പസമയം പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ എന്നിങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ എന്ന് മാത്രം പറയുക. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചില കൃപകളും വരങ്ങളും ദാനങ്ങളൊക്കെ നമുക്ക് നൽകും.
ചിലർക്ക് ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്ത് ഈ സമയത്ത് നിൽക്കുന്നയാള് എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കാതെ നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നത് അതുപോലെ പ്രാർത്ഥിക്കുക. വചനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ജഡമോഹങ്ങളെയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ തീരുമാനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ചലനങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവേ 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 എന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവട്ടെ. പ്രത്യേകമായിട്ട് ഭിന്നത, അസ്വസ്ഥത, അരിശം, ദേഷ്യം, വെറുപ്പ് പരിശുദ്ധാത്മാവെ എടുത്തു മാറ്റണമേ. പരസ്പര സ്നേഹ അനുഭവം നൽകണമേ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം ചൊരിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകണമേ. ചേർന്ന് ആഗ്രഹിക്കട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആഗ്രഹിച്ച് സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി നയിക്കണേ. നിങ്ങൾ പരസ്പരം ഒന്ന് ഈ രണ്ടു പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. എന്നിട്ട് അവരുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരൊന്ന് വെച്ച് പ്രാർത്ഥിച്ചേ. ഒരുപക്ഷെ നിന്റെ മുമ്പിലുള്ള വ്യക്തി ഇന്നിവിടെ വന്നിരിക്കുന്നത് വലിയൊരു തകർക്കപ്പെട്ട അനുഭവത്തിലായിരിക്കും, വലിയ വിഷമത്തിലായിരിക്കും. നിന്റെ കൈവെപ്പ് പ്രാർത്ഥന ഈ വ്യക്തിയെ ബലപ്പെടുത്തും, സൗഖ്യപ്പെടുത്തും. ഈ വ്യക്തിയിൽ ഒരു പുതിയ അഭിഷേകം നിറയും. പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ കൃപ നിറയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനോട് യാതൊരു താല്പര്യവുമില്ലാതെ ചിലർ ജീവിതത്തിലുണ്ടാവും. ചിലപ്പോൾ ചില തഴക്ക ദോഷങ്ങളിൽ പെട്ടവരായിരിക്കും. ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരില്ല, പള്ളിയിൽ പോവില്ല, ദൈവവിചാരമില്ല, കുടുംബത്തിൽ ബന്ധ തകർച്ച, ഏതെങ്കിലും തരത്തിലുള്ള മദ്യം, അതോടൊപ്പം തന്നെയുള്ള മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ ഇതാ ഈ കൈവെപ്പ് പ്രാർത്ഥന നടക്കുമ്പോൾ അവരിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവണമേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ മുറിവേറ്റവരുണ്ടാവും, മനസ്സിൽ വല്ലാത്ത ഭാരത്തോടുകൂടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ പ്രാർത്ഥിക്ക്. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അവരിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കണമേ. കർത്താവേ, ഈ വിഷയത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും വിവാഹ ബന്ധങ്ങൾ, ഡിവോഴ്സിനെ കുറിച്ച്, വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക്. പരസ്പര സ്നേഹവും അംഗീകാരവും ഒക്കെ ലഭിക്കട്ടെ. കുടുംബത്തിൽ ഏതെങ്കിലും കാലങ്ങളായിട്ടുള്ള ചില തടസ്സങ്ങളുടെ പേരിൽ, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കലഹിച്ചു കഴിയുന്ന കുടുംബങ്ങളോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അവരിൽ നിറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പോട്ടാശ്രമത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അഭിഷേകം ലോകമെമ്പാടും ഉയരട്ടെ. ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം ഇതാ വചനം പഠിപ്പിക്കുന്നു. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഓ കർത്താവേ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. അങ്ങ് ദൂരങ്ങളിലുള്ള നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് പല സ്ഥലങ്ങളിലുണ്ട്. അവരിലേക്കൊക്കെ കടന്നു ചെല്ലട്ടെ. ആ കൈവെപ്പ് പ്രാർത്ഥന അത്ഭുതങ്ങൾ ഉണ്ടാക്കട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ. സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ഓ പരിശുദ്ധാത്മാവേ, ആരാധന 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 സമർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾ ആഗ്രഹിക്കുന്നു. May Almighty God bless the Father and the Holy Spirit. Amen.
അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാൻ പോകുന്ന സമയമാണ്. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ